ഹായ് ഫ്രണ്ട്സ്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. നമ്മൾ പോകുന്ന എവിടെയൊക്കെയാണ് തിരിച്ചു വരുന്നത് എല്ലാ വീഡിയോ ഇതിനകത്ത് ഇരിക്കുന്നതായിരിക്കും. നമുക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, പുറത്തേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. പാതിരാത്രിയല്ല, പട്ടാപ്പകൽ കൊടും വെയിലത്ത് ഒരു യാത്ര. അങ്ങനെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. വൈകുന്നേരം ഒരു 4:30 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. എല്ലാ ദിവസവും രാത്രി യാത്രയല്ലേ ഇടുന്നത്. അപ്പോൾ ഇന്ന് ഒരു പകൽ യാത്ര ഇടാമെന്ന് കരുതി. പിന്നെ പകലിപ്പോൾ ഭയങ്കര ചൂടാണ്, ഇവിടെ ചൂട് കൂടുതലാണ്. അപ്പോൾ പകൽ ഞങ്ങൾ യാത്ര എങ്ങും പോകാറില്ല, രാത്രി സമയത്ത് മാത്രമേ പോകാറുള്ളൂ. കാരണം അത്ര ചൂടായതുകൊണ്ട് പുറത്തിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്നൊരു ഫ്രണ്ട് പറഞ്ഞു, ഒരു സ്ഥലം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, ലൊക്കേഷൻ അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആ പോകുന്ന യാത്രയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈന്തപ്പന തോട്ടത്തിൻ്റെ അടുത്തു കൂടിയാണ് ഞങ്ങളുടെ യാത്ര. ഈത്തപ്പഴം ചൂടായതുകൊണ്ട് ഈത്തപ്പഴം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണെന്ന് തോന്നുന്നു സൗദിയിൽ ഈത്തപ്പഴ സീസൺ. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു. ഗൈസ്, നമ്മൾ കഴിക്കാൻ വേണ്ടി അൽബൈക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് അൽബൈക്ക്. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഭയങ്കര ദാഹവുമുണ്ട്. അങ്ങനെ ഫുഡും 7up ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. കഴിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടരും. അപ്പോൾ ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ വീണ്ടും താമസിക്കും. ഷവർമയും ബർഗറുമാണ് ഫുഡ്. ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ പിന്നെ കൂടുതലായിട്ടും ഇത് മാത്രമേ കാണാനുള്ളൂ. പുറത്ത് പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും കാണാനില്ല. ഈന്തപ്പനയും റോഡും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ മരുഭൂമി കാണാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വളർന്നു വരുന്നൊരു യൂട്യൂബറാണ് ഞാൻ, പരിഗണിക്കണം. അങ്ങനെ യാത്ര തിരിച്ചു. അപ്പോൾ ഞങ്ങളുടെ കൂടെ വേറൊരാളും കൂടി യാത്രയ്ക്കുണ്ട്. കണ്ടോ, ഇതാണ് സൂര്യൻ. അപ്പോൾ സൂര്യനും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പുള്ളിക്കാരനെയും കൂടെ വിളിച്ചു. അങ്ങനെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ പുള്ളി നല്ല സപ്പോർട്ടാണ്, നല്ല ചൂട് തരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മരുഭൂമി എത്തി. മരുഭൂമി, ഇതാണ് മരുഭൂമി. അപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് നോക്കാം. കടത്തി വിടുമോ എന്നറിയില്ല. ഇപ്പോൾ സമയം 6:35. അവിടെ ചെന്നപ്പോൾ വളരെ മനോഹരമായൊരു സ്ഥലം തന്നെയാണ്. ഈ ചൂടിനിടയിലും നല്ല തണുപ്പേകുന്നൊരു സ്ഥലം. നമ്മുടെ കേരളത്തിലെ സ്ഥലം പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം. അവിടെ ബോട്ടിംഗ് ഉണ്ട്, ഫാമിലി ബോട്ടിംഗ് ആയിട്ടുണ്ട്, കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ചെറിയ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ ചെറിയ സ്നാക്സ്, കോഫി അങ്ങനെയൊക്കെയുള്ള ചെറിയ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഒരു ആംബിയൻസും അവിടുത്തെ ആ ഒരു രസമൊക്കെ കാണാൻ നല്ല രസമാണ്. അതാണ് അതിൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.
സൗദിയിൽ ഉള്ള ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം കാണുമ്പോൾ അത് വളരെ സന്തോഷം തോന്നും. കാരണം എവിടെ നോക്കിയാലും മരുഭൂമി മാത്രമല്ലേ കാണാനുള്ളൂ. അതിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സ്ഥലങ്ങൾ കാണുമ്പോൾ കണ്ണിനൊരു കുളിർമയും മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നും. ആ ഒരു സന്തോഷം തോന്നുന്നുണ്ടിപ്പോൾ. അപ്പോൾ ഇതാണ് സ്ഥലം. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. കണ്ടോ, പാറക്കെട്ടുകൾ അടുക്കി പറക്കി വെച്ചിരിക്കുന്നു. അതിനിടയിൽ ലൈറ്റ് കത്തിച്ച് വെച്ചിരിക്കുന്നു. ഞങ്ങളവിടെ ഒരു അരമണിക്കൂർ സമയമൊക്കെ നിന്നുള്ളൂ. ചെറുതായിട്ടൊരു ബോട്ടിൽ കുറച്ച്, അതവിടെ ഒരു ചെറിയൊരു സ്ഥലമാണ്. അവിടെ ചെറുതായിട്ട് മാത്രമേ നമുക്കൊന്ന് കറങ്ങാൻ പറ്റുന്നത്. അവിടെ ഒന്ന് കറങ്ങി ഫുള്ളൊന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങളിങ്ങ് വന്നു. അങ്ങനെയാണ് തിരിച്ച് വന്നത്. അപ്പോൾ കാണാൻ വളരെ രസമാണ്. കുറച്ച് സമയം കുട്ടികളോടൊപ്പം നിൽക്കാനൊക്കെ വളരെ രസമാണ്. ബോട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ ആയിട്ടൊക്കെ സമയം ചിലവഴിക്കാൻ നല്ലതാണ്. പിന്നെ അവിടെ ഒരു ചെറിയ പാലമുണ്ട്. കുറച്ച് തടികളൊക്കെ അടുക്കിപ്പറക്കി വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ ഒരു പാലം. ഇങ്ങനെ പേടിച്ച് വേണം നടക്കാൻ. പേടിയുള്ളത് കൊണ്ട് ഞാൻ കയറിയില്ല. അപ്പോൾ ഇതാണ് സ്ഥലം. അങ്ങനെ ഈ സ്ഥലം കാണാൻ വേണ്ടിയാണ് ഞങ്ങളിന്ന് പുറപ്പെട്ടത്. അപ്പോൾ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. പിന്നെ ഇവിടെയൊക്കെ ഇരുന്നാണ് കോഫിയൊക്കെ കുടിക്കാനുള്ള സ്ഥലമായിട്ട് കസേരയൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ 10 മിനിറ്റ് സഞ്ചരിച്ച ബോട്ട്. 10 മിനിറ്റ് ആകുമ്പോൾ അവിടെ ഒരു റൗണ്ട് അടിച്ച് തിരികെ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളുടെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുത്തെ ചൂട് കാരണം പകൽ യാത്ര കുറച്ച് ദിവസമായിട്ട് ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഈ ഒരു വ്ളോഗ് ഞാൻ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് യാത്ര തിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പകലൊക്കെ പോകുമ്പോൾ ഒരു സന്തോഷം തോന്നുമല്ലോ. അങ്ങനെ വന്നതാണ്. പക്ഷേ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, നല്ല ചൂട്. ഇപ്പോൾ തന്നെ സമയം 7 മണിയായി. പക്ഷേ നേരം ഇരുട്ടിയിട്ടൊന്നുമില്ല. കാരണം ചൂടിൻ്റെ ഇതുകൊണ്ടാണ് വണ്ടി കയറിയ ഉടനെ പിള്ളേർ വെള്ളം വരെ കുടിക്കുന്നത്. അത്രയ്ക്ക് ചൂടാണ്. പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വിശേഷവുമായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അവിടെ നിൽക്കുന്നത് കുറച്ച് ആടുകളാണ്. ആട് വളർത്തൽ സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഞങ്ങൾ മരുഭൂമിയിലൂടെ വണ്ടി ഓട്ടിച്ച് പുറത്തിറങ്ങുകയാണ്. വീണ്ടും റോഡിലെത്തി നമ്മൾ ഈത്തപ്പഴം കണ്ടു തുടങ്ങി. അങ്ങനെ ഈന്തപ്പനയുടെ നടുവിലൂടെ ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയായി. അപ്പോൾ ഇതാണ് യാത്ര. സമയം 7:15 ആയിട്ടുണ്ട്. പക്ഷേ ഇരുട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ പോവുകയാണ്. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.